തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ആസ്ഥാനമായി 1956-ലാണ് മിത്രനികേതൻ സ്ഥാപിതമായത്. ഗ്രാമീണ മേഖലയുടെ പുനരുദ്ധാരണത്തിനായി അനൗപചാരിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് യശശരീരനായ കെ വിശ്വനാഥൻ തുടക്കമിട്ട പ്രസ്ഥാനമാണ് മിത്രനികേതൻ. വികാസ് ഭവൻ സ്കൂൾ, മിത്രനികേതൻ പീപ്പിൾസ് കോളേജ്, റൂറൽ ടെക്നോളജി സെന്റർ, കൃഷി വിജ്ഞാന കേന്ദ്ര, വിവിധ ഉൽപാദന യൂണിറ്റുകൾ തുടങ്ങിയവ മിത്രനികേതനിൽ പ്രവർത്തിച്ചുവരുന്നു. കെ വിശ്വനാഥന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി 2009 രാഷ്ട്രം അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനം കാർഷിക മേഖലയുടെ പുരോഗതിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ് 1980 മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കുന്നതിലേക്ക് വഴിതെളിച്ചത്. മിത്രനികേതൻ തുടങ്ങിയത് 1956-ലാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്. ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന മിസ്റ്റർ കെ വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ ഉപരിപഠനാർത്ഥം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അദ്ദേഹം മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലാണ് 5 കൊല്ലക്കാലം പഠിച്ചത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഉപരിപഠനത്തിനായി അമേരിക്ക, ഇംഗ്ലണ്ട്, സ്കാൻഡിനേവിയൻ കൺട്രീസിലും ജർമ്മനി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1956 തിരികെ സ്വന്തം നാടായ ഈ വെള്ളനാട് ഗ്രാമത്തിൽ മടങ്ങി വന്നു തുടങ്ങിയ സ്ഥാപനമാണ് ഈ മിത്രനികേതൻ. കുട്ടികൾക്ക് സമഗ്രമായ അവരുടെ പുരോഗതിക്ക് ഇപ്പം പറയുകയാണെങ്കിൽ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് എന്നുള്ളതായിരുന്നു മുഖ്യ ഉദ്ദേശം. അതുകൊണ്ട് വെറും അക്കാഡമിക് മാത്രമല്ല, കൂടുതലായിട്ട് മറ്റു എല്ലാ വിധ തുറകളിലും കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോട് തുടങ്ങിയ ഒരു വികസന വിദ്യാഭ്യാസ കേന്ദ്രമാണ് മിത്രനികേതൻ. 1979-ലാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം തുടങ്ങിയത്. സന്നദ്ധ സംഘടനകളിൽ വെച്ച് ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഘടനയാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം. കാർഷിക വിജ്ഞാന വ്യാപനം എന്ന പ്രവർത്തന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് കർഷക പരിശീലനങ്ങൾ, കൃഷിയിട പരീക്ഷണങ്ങൾ, മുൻനിര പ്രദർശനങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളാണ് KVK ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ വനിതകൾക്കും യുവജനങ്ങൾക്കും വിവിധ തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ KVK നടത്തുന്നു. ഇതുകൂടാതെ കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്ത്, നടീൽ വസ്തുക്കൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവ മിതമായ നിരക്കിൽ KVKയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. KVK ക്യാമ്പസിലുള്ള വിവിധ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകൾ പല കാർഷിക സാങ്കേതിക വിദ്യകളുടെയും പ്രായോഗികത കർഷകർക്ക് പരിചയപ്പെടുത്തുന്നു. കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യത്തോടെയാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കർഷകരും ഗവേഷകരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നുള്ളതാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിക്ഷിപ്തമായ ദൗത്യം. ഇതിലേക്കായിട്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് KVK ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. പരിശീലനങ്ങൾ, അതുപോലെ മുൻനിര പ്രദർശനങ്ങൾ, കൃഷിയുടെ പരീക്ഷണങ്ങൾ, മറ്റ് പല പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ വിടവ് നികത്തുന്ന ലക്ഷ്യപ്രാപ്തി കൃഷി വിജ്ഞാന കേന്ദ്രം കൈവരിക്കുന്നത്. KVKയിൽ പല ഇനത്തിൽപ്പെട്ട ആന്തൂര്യം ചെടികളുടെ വിപുലമായ ഒരു ശേഖരം തന്നെയുണ്ട്. കർഷകർക്ക് ആന്തൂര്യം തൈകൾ ലഭ്യമാക്കുന്നതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന മാതൃസസ്യങ്ങളുടെ ശേഖരമാണിത്. അതുപോലെ ഓർക്കിഡ് ചെടികളുടെ ഒരു നല്ല ശേഖരം തന്നെയുണ്ട്. പ്രധാനമായും ഡെൻഡ്രോബിയം, വാൻഡ, ഫെലനോപ്സിസ് തുടങ്ങിയ ഓർക്കിഡ് ഇനങ്ങളാണ് ഈ ശേഖരത്തിലുള്ളത്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം തെങ്ങിൻ തൈകൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പല സാങ്കേതിക വിദ്യകളുടെയും ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട്സ് KVK ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ധനസഹായത്തോടെയാണ് മിത്രനികേതൻ KVKയിൽ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ഗുണമേന്മയുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ കർഷകർക്ക് ലഭ്യമാകുന്നുണ്ട്.
അതോടൊപ്പം കാർഷിക മേഖലയിലെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിനുള്ള പരിശീലനവും നൽകുന്നു. വിവിധ ഇനം ടിഷ്യൂ കൾച്ചർ വാഴകളുടെ കൃഷിരീതി നമുക്കിവിടെ പരിചയപ്പെടാവുന്നതാണ്. ടിഷ്യൂ കൾച്ചർ വാഴയുടെ ഹാർഡനിങ് ചേമ്പറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായിട്ട് ഇവിടെ 2 തരം വാഴകളാണ് ഉണ്ടാക്കുന്നത്, കപ്പവാഴയും ഏത്തവാഴയും. ഹാർഡനിങ് എന്ന് പറയുമ്പോൾ 2 സ്റ്റേജസ് ആണുള്ളത്. ആദ്യത്തെ പ്രൈമറി ഹാർഡനിങ്, സെക്കൻഡറി ഹാർഡനിങ്. പ്രൈമറി ഹാർഡനിങ് നടത്തുന്നത് മിസ്റ്റ് ചേമ്പറിൽ വെച്ചിട്ടാണ്. അത് ഒരു 2 മുതൽ 3 ആഴ്ച വരെ പ്രൈമറി ഹാർഡനിങ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഹാർഡനിങ്, സെക്കൻഡറി ഹാർഡനിങ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ഹൗസിലാണ് ചെയ്യുന്നത്. അത് ഒരു 1-1.5 മാസത്തോളം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞിട്ടും തൈകൾ വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കുന്നതാണ്. പ്രോ ട്രേയിൽ ശുദ്ധീകരിച്ച കയർപിത്തോ മണലോ നിറച്ച് അതിൽ തൈകൾ നട്ട് മിസ്റ്റ് ചേംബറിൽ വച്ചാണ് പ്രൈമറി ഹാർഡനിങ് നടത്തുന്നത്. രണ്ടാം ഘട്ടമായ സെക്കൻഡറി ഹാർഡനിങ്ങിന് നഴ്സറി കവറുകളിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് തൈകൾ അതിലേക്ക് ഇളക്കി നട്ട് ഗ്രീൻ ഹൌസിനുള്ളിൽ സൂക്ഷിക്കുന്നു. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് മിത്രനികേതൻ KVKയിൽ ഒരു കസ്റ്റം ഹയറിംഗ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചെറിയ തുക നൽകി കർഷകർക്കും പാടശേഖര സമിതികൾക്കും ഇവ ഉപയോഗയോഗ്യമാക്കാവുന്നതാണ്. നമുക്ക് 2010-11 കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ധനസഹായത്തോടു കൂടി റൈസ് മിഷനറീസിന്റെ ഒരു പാക്കേജ് തന്നെ KVKയിൽ ലഭ്യമാണ്. അതായത് ലാൻഡ് പ്രിപ്പറേഷൻ തൊട്ട് പോസ്റ്റ് ഹാർവസ്റ്റ് മിഷനറീസ് എല്ലാം തന്നെ KVKയിൽ ഒരു സെറ്റ് ഓഫ് മിഷനറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ലാൻഡ് പ്രിപ്പറേഷന് നമുക്ക് 38 HP ജോൺ ഡിയർ ട്രാക്ടർ ഉണ്ട്. അതുപോലെ പ്ലൗവിങ്ങിനായിട്ട് ക്യാംകോയുടെ പവർ ടില്ലർ 9 HP പവർ ടില്ലർ ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് സീഡിങ്ങിനായിട്ട് പാഡി ഡ്രം സീഡേഴ്സ്, ട്രാൻസ്പ്ലാന്റ്, അതുപോലെ വീഡിങ്ങിനായിട്ട് പവർ വീഡർ, കോണോ വീഡർ, ത്രഷിങ്ങിന് പാഡി ത്രഷർ, അതുപോലെ ഹാർവെസ്റ്റിങ്ങിന് ഹോൾഡ് ഓൺ ടൈപ്പ് പാഡി ത്രഷർ, വിനോയിങ്ങിന് 1 HP പവേർഡ് ആയിട്ടുള്ള പാഡി വിനോവർ എന്നീ സെറ്റ് ഓഫ് മിഷനറീസ് KVKയിൽ അവൈലബിൾ ആണ്. ഇത് കർഷകരുടെയും പാടശേഖര സമിതിയുടെയും റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് മിത്ര കർമ്മസേന എന്ന ഒരു വർക്ക് ഫോഴ്സിന്റെ സഹകരണത്തോടു കൂടി നമ്മൾ ഓരോ വർക്ക് ഓർഡേഴ്സ് ഏറ്റെടുക്കുകയും അത് വളരെ ഭംഗിയായി തൃപ്തികരമായി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2010 മുതൽ 2014 വരെ ഏകദേശം 84 ഹെക്ടറോളം കൃഷിസ്ഥലം യന്ത്രവൽകൃത രീതിയിൽ മിത്രനികേതൻ KVKയ്ക്ക് കൃഷി ചെയ്യുവാൻ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാധാരണ കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ് അവൈലബിൾ ആണെങ്കിലും കേരളത്തിന്റെ ലാൻഡ് വളരെ ഫ്രാഗ്മെന്റഡ്, അതായത് നെൽപ്പാടങ്ങൾ തുണ്ടുഭൂമികളായതുകൊണ്ട് നമുക്ക് എല്ലാ കൃഷി സ്ഥലങ്ങളിലേക്കും കമ്പൈൻ ഹാർവെസ്റ്റർ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു 1 മാൻ പവേർഡ് ആയിട്ടുള്ള ഈ KR120 ക്യാംകോ റീപ്പർ വെച്ചുകൊണ്ട് നമുക്ക് 4 നിരയിലുള്ള നെല്ലിന്റെ വരികളെ ഒരേ സമയം തന്നെ കൊയ്ത് വലതു ഭാഗത്തോട്ട് ഇടാനായിട്ട് സാധിക്കുന്നുണ്ട്. 20 തൊഴിലാളികൾ ചെയ്യുന്ന പണി ഒറ്റ മെഷീൻ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മാത്രമല്ല ഏരിയ കവറേജും കൂടുതലാണ്. അതായത് മാനുവലി കൊയ്യുന്നതിനെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ മെഷീൻ ഉപയോഗിച്ച് നമുക്കിത് കൊയ്യാനായിട്ട് സാധിക്കും. ഈ ഉപകരണം എന്ന് പറയുന്നത് 3 റോ പവേർഡ് പാഡി വീഡർ ആണ്. അതായത് പെട്രോൾ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ഈ മെഷീൻ ഒരു മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷിസ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 വരികളിലെ കള, അതായത് നമ്മൾ ട്രാൻസ്പ്ലാന്റർ ഉപയോഗിച്ച് നട്ട് 10-12 ദിവസത്തിനകം തന്നെ ഈ മെഷീൻ ഇറക്കി കഴിഞ്ഞാൽ 3 വരികളിലെ കള ഒരേ സമയം നമുക്ക് നിവാരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. മുളപ്പിച്ച വിത്ത് നെൽപ്പാടങ്ങളിൽ നടുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പാഡി ഡ്രം സീഡർ ആണിത്. ഇതിന് 6500 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. അത് ചെറുകിട ഉപകരണമായതിനാൽ നന്നായിട്ട് പരുവപ്പെടുത്തിയ കണ്ടത്തിലേക്ക് നമുക്ക് ഈ ഡ്രം സീഡറിന്റെ പകുതിയോളം ഭാഗം മുളപ്പിച്ച വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ മെഷീൻ ഉപയോഗിച്ച് ഒരു മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഏരിയ കവറേജ് സാധ്യമാകുന്നു. ഒരു ദിവസം കൊണ്ട് ഏകദേശം ഒരു 75 സെന്റോളം ഏരിയ ഒരു കർഷകൻ ഇത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. റൈഡിംഗ് ടൈപ്പ് വാക്ക് ബിഹൈൻഡ് ടൈപ്പ് ട്രാൻസ്പ്ലാന്റർ ആണ്. അതായത് 360 കിലോ ഭാരമുള്ള ഇത്തരം മെഷീനുകൾ മാറ്റ് നഴ്സറി പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമുക്ക് പാടശേഖരത്തിൽ വളരെ ഈസി ആയിട്ട് നടുന്നതിന് ഉപയോഗിക്കാം. ഇത് വാക്ക് ബിഹൈൻഡ് ടൈപ്പ് ട്രാൻസ്പ്ലാന്റർ ആണ്. അതായത് ഫൈബർ മോഡലിലായതുകൊണ്ട് 150 കിലോ മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് വരമ്പുകളിലും ചെറിയ തൊണ്ടുഭൂമികളിലും ഈസി ആയിട്ട് ടേൺ ചെയ്യാനായിട്ട് പറ്റും. 4 വരികളിൽ നടുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കുന്നു.
ഇത് ട്രാക്ടർ അറ്റാച്ച്ഡ് റോട്ടവേറ്റർ ആണ്. അതായത് സെക്കൻഡറി ടില്ലേജിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. കല്ലും മണ്ണും ഉള്ള പൊടിയെ പരുവപ്പെടുത്തി ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് ടില്ലേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. സീഡ് കം ഫെർട്ടിലൈസർ ഡ്രിൽ, അതായത് ഏക്കർ കണക്കിന് സ്ഥലമുള്ള പരന്ന സ്ഥലങ്ങളിൽ വെജിറ്റബിൾ ക്രോപ്സിലും മെയ്സ്, ചോളം അതുപോലെയുള്ള ക്രോപ്സ് വരിയായിട്ട് 9 വരികളിൽ ചാലുകൾ കീറിയതിനു ശേഷം വിത്തും വളവും ഒരേ സമയം ഇടുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാക്ടർ അറ്റാച്ച്ഡ് സീഡ് കം ഫെർട്ടിലൈസർ ഡ്രിൽ. ഇത് 9-10 കൾട്ടിവേറ്റർ, അതായത് കൾട്ടിവേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് സെക്കൻഡറി ടില്ലേജിന് വേണ്ടിയിട്ട് മാത്രമാണ്. 9 ടൈംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഉപകരണം ട്രാക്ടറിന്റെ പുറകിൽ PTO ഷാഫ്റ്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് അതായത് റോട്ടവേറ്ററിന് ശേഷം ലാൻഡ് നമുക്ക് ഫൈൻ ടിൽത്ത് ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. 38 HP ഞങ്ങളുടെ ജോൺ ഡിയർ ട്രാക്ടർ, ഇത് നമ്മൾ കാർഷിക ആവശ്യത്തിന്, അതായത് പ്രധാനമായിട്ടും ലെവലിങ്ങിന്, ട്രാൻസ്പോർട്ടേഷന്, പിന്നെ പാടത്തിൽ നമുക്ക് പ്ലൗവിങ്ങിന്, സെക്കൻഡ് പ്ലൗവിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ഈ കാണുന്ന ഉപകരണങ്ങളെല്ലാം നമ്മൾ ഘടിപ്പിക്കുന്നത്. ഈ യന്ത്രങ്ങൾക്ക് പുറമെ പുല്ലുകളും കുറ്റിക്കാടുകളും വെട്ടിനിരപ്പാക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് കട്ടർ, അടയ്ക്ക പറിക്കുന്നതിനുള്ള അരക്കനട്ട് ഹാർവസ്റ്റർ, തേങ്ങ പറിക്കുവാനുള്ള കോക്കനട്ട് ക്ലൈംബർ തുടങ്ങിയ യന്ത്രങ്ങളും KVK ലഭ്യമാണ്. നെൽകൃഷിയിൽ കാലോചിതമായ യന്ത്രവൽക്കരണം നടപ്പിലാക്കി യുവാക്കളെ ഈ രംഗത്തേക്ക് ആകർഷിക്കാനായി KVK 2 ആഴ്ച ദൈർഘ്യമുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. കൃഷിഭവന്റെയും സഹകരണ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലുള്ള കാർഷിക കർമ്മസേനകൾക്ക് ഇൻഫീൽഡ് ട്രെയിനിങ്ങും സംഘടിപ്പിക്കുന്നു. നിലവിലുള്ള നെൽകൃഷി നിലനിർത്തുന്നതിനും നെൽകൃഷിയുടെ വ്യാപ്തി കൂട്ടുന്നതിനും യന്ത്രവൽക്കരണം കൂടിയേ തീരൂ. മുമ്പ് പറഞ്ഞ യന്ത്രോപകരണങ്ങൾ ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാനും പരിശീലനങ്ങൾ സംഘടിപ്പിക്കുവാനും KVKയുമായി ബന്ധപ്പെടാവുന്നതാണ്. 2015 വർഷത്തിലെ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി കാർഷിക യന്ത്രവൽക്കരണവും ഉപയോഗവും എന്ന വിഷയത്തിൽ പഠനയാത്ര ഉൾപ്പെടെ 5 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. വേനൽക്കാലത്തെ കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കാനായി പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ ഡ്രിപ്പ് ഇറിഗേഷൻ ടെക്നോളജി KVK ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ്, റെയിൻ ഷെൽട്ടർ, വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്നീ വിവിധ മണ്ണ് ജല സംരക്ഷണ മേഖലകളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മട്ടുപ്പാവ കൃഷിക്ക് അനുയോജ്യമായ തുള്ളി നന യന്ത്രങ്ങൾ, ഭൂഗുരുത്വത്തിൽ പ്രവർത്തിക്കുന്നതും ഗാർഹിക കൃഷിക്ക് യോജിച്ചതുമായ തുള്ളി നന ഉപകരണങ്ങൾ, ഇടയകലം കൂടിയതും കുറഞ്ഞതുമായ വിളകൾക്കു വേണ്ട പ്രത്യേക ഡ്രിപ്പ് ഇറിഗേഷൻ, മഴമറയും നിർമ്മാണ രീതികളും, കൃഷിയിട യന്ത്രവൽക്കരണം, നീർമറി പ്രദേശങ്ങളുടെ സംരക്ഷണം, കൃത്യതാ കൃഷി, ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചുള്ള മാലിന്യ സംസ്കരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഗുണമേന്മയുള്ള കുരുമുളക് തൈകളുടെ ലഭ്യത കുറവാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സോ ടൂത്ത് മോഡൽ കുരുമുളക് നഴ്സറിയുടെ നിർമ്മാണത്തിന് വഴിതെളിച്ചത്. 2011 സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ നിർമ്മിച്ചതാണ് മോഡൽ പെപ്പർ നഴ്സറി. ഇതിന്റെ ഫലമായി 10,000-ൽ പരം കുരുമുളക് തൈകൾ ഓരോ വർഷവും ഇവിടെ നിന്ന് കൃഷിക്കാർക്ക് ലഭിക്കുന്നു. പല രീതിയിലാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നത്. 10,000-ലധികം പെപ്പർ കട്ടിങ്സ് ഒരു വർഷത്തിൽ നമ്മളുടെ ഇവിടെ നിന്ന് വിറ്റ് പോകുന്നുണ്ട്. അത് കൃഷിക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നു. പല രീതിയിലുള്ള പെപ്പർ കട്ടിങ്സ് ആയിട്ടും സെർപ്പന്റൈൻ മെത്തേഡിൽ, അതായത് പതിവെച്ച രീതിയിലും, അതുകൂടാതെ തന്നെ കുറ്റിക്കുരുമുളകായിട്ടും നമ്മൾ ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പം നമുക്കുള്ളത് 2 വെറൈറ്റികളാണ്. കരിമുണ്ട, പന്നിയൂറാണ് നമ്മൾ കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നത്. അതുകൂടാതെ കൂടുതൽ വെറൈറ്റി, 20 വെറൈറ്റിയോളം നമ്മൾ പുതുതായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ധനസഹായത്തോടെ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒരു മണ്ണ് പരിശോധനാ ലാബ് 2005 മുതൽ പ്രവർത്തിച്ചു വരുന്നു. മണ്ണിന്റെ അടിസ്ഥാന ഘടകങ്ങളായ pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഓർഗാനിക് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇവയുടെ അളവ് എന്നിവ കൃത്യസമയത്ത് കൃഷിക്കാർക്ക് പരിശോധിച്ച് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. നാളികേര വികസന ബോർഡ്, സംസ്ഥാനതല നോഡൽ ഏജൻസി, ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നീ വിഭാഗങ്ങളുമായി സഹകരിച്ച് മണ്ണ് പരിശോധന നടത്തിവരുന്നു. KVKയിൽ 50 രൂപ നിരക്കിൽ കർഷകർക്ക് പ്രധാന പോഷക മൂലകങ്ങളുടെയും
മണ്ണിന്റെ അമ്ലതയുടെയും അളവ് പരിശോധിച്ചു കൊടുക്കുന്നു. 2005 സ്ഥാപിതമായ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ നമ്മൾ നൈട്രേൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ നമ്മളിവിടെ കൃഷിക്കാർക്ക് നോക്കി കൃത്യനിഷ്ഠതയോടുകൂടി കൃത്യസമയത്ത് തന്നെ കൃഷിക്കാരിലേക്ക് അവർ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അതിന്റെ ഫലമായിട്ട് കൃഷിക്കാരോട് അതിനനുസരിച്ചുള്ള വളപ്രയോഗം ചെയ്യുന്നതിനായിട്ട് അവരെ നിർദ്ദേശിക്കുകയും അതിനുള്ള രൂപരേഖ നമ്മൾ തന്നെ തയ്യാറാക്കി ഏത് കൃഷിയാണോ ആ കൃഷിക്ക് അനുയോജ്യമായ വളപ്രയോഗം നമ്മൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയിലെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഫലമായി 1999-2000 ഇന്ത്യയിലെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കാൻ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സാധിച്ചു. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीमलित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പപ്പായ കൃഷിക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ധനസഹായം. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചയി പദ്ധതികൾ. നെല്ല് സംഭരണം രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഹോർട്ടികൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തനിവിളയായി 10 സെന്റ് സ്ഥലത്ത് പപ്പായ കൃഷി ചെയ്യുന്നതിനോ മാവ്, പേര, ലിച്ചി, മാതളം, നാരകം തുടങ്ങിയവയിൽ ഏതെങ്കിലും അതിസാന്ദ്രത കൃഷി ചെയ്യുന്നതിനോ താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോർട്ടികൾച്ചർ മിഷനുമായി ബന്ധപ്പെട്ടാലും പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9496002941. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ യന്ത്രവൽകൃത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക കർമ്മസേനയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പരിശീലനം ആരംഭിച്ചു. കൃഷിസ്ഥലം ഒരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെ ഉപയോഗിക്കാവുന്ന വിവിധതരം കൃഷിയന്ത്രങ്ങളുടെ പ്രായോഗിക പരിശീലനമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0495272366. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചയി പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. കൃഷിവകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള നേന്ത്രൻ, ഗ്രാൻഡ് 9, റോബസ്റ്റ എന്നീ ഇനം വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകളാണ് ലഭ്യമായിട്ടുള്ളത്. 100 തൈകളിൽ കൂടുതൽ ആവശ്യമുള്ള കർഷകർ കൃഷി ഓഫീസറുടെ ശുപാർശ കത്ത് കൂടി കരുതേണ്ടതാണ്. സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം സീസണിലേക്കുള്ള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് പാടശേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 15 വരെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യാം. സംഭരണ വില കിലോയ്ക്ക് 19 രൂപയായിരിക്കും. 2015 ഡിസംബർ വരെയാണ് കാലാവധി. രജിസ്ട്രേഷനുള്ള വെബ്സൈറ്റ് www.supplycopadi.in.
ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഗസ്റ്റ് 24-25 തീയതികളിൽ ആട് വളർത്തൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479245778. കുമരകം കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പ്രദർശനവും കൃഷി മൃഗസംരക്ഷണം, ഫിഷറീസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മുഖാമുഖവും ഓഗസ്റ്റ് 14-15 തീയതികളിൽ വൈക്കം വെൽഫെയർ സെന്ററിൽ വെച്ച് നടക്കും. കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെയും പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും ആധുനിക സാങ്കേതിക സംവിധാനത്തിൽ തയ്യാറാക്കിയ വിവിധ ജൈവ ഉൽപ്പന്നങ്ങൾ, സർക്കാരിതര ഏജൻസികൾ നടപ്പിലാക്കിയ ജൈവ കാർഷിക രീതികൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,000 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,400 രൂപ, കൊപ്ര കൊച്ചി 7,870 രൂപ, കൊപ്ര കോഴിക്കോട് 8,200 രൂപ, കൊപ്ര തൃശൂർ 8,385 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 22,500 രൂപ, ചുക്ക് ബെസ്റ്റ് 23,500 രൂപ, മഞ്ഞൾ സേലം 7,600 രൂപ, മഞ്ഞൾ ഈറോഡ് 7,800 രൂപ, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,700 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,750 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,870 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 22,500 രൂപ, ചുക്ക് ബെസ്റ്റ് 23,500 രൂപ, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 210-നും ഇടയിൽ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325-നും 450-നും ഇടയിൽ. ജാതിപത്രി 600-നും 900-നും ഇടയിൽ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,700 രൂപ, ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം. ഉത്സവ ദിനങ്ങൾ അടുത്തതോടെ റബ്ബർ ഷീറ്റിന്റെ വിലത്തകർച്ച കർഷകരെ ആശങ്കയിലാക്കി. വിലയിടിവ് മൂലം ഏതാനും ദിവസങ്ങളായി ടാപ്പിംഗ് രംഗവും തളർച്ചയിലാണ്. ഇപ്പോഴത്തെ ഷീറ്റ് വില വെട്ടുകൂലിക്ക് പോലും തികയാതെ വന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും കൊപ്രയാട്ട് വ്യവസായികൾ വെളിച്ചെണ്ണ വിറ്റുമാറാൻ രംഗത്ത് ഇറങ്ങി. ഓണവിൽപ്പന ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. മലബാർ മേഖലയിൽ എണ്ണവില താഴ്ന്നെങ്കിലും കൊച്ചി, തൃശൂർ മാർക്കറ്റുകൾ സ്റ്റഡിയാണ്. മധ്യകേരളത്തിലേക്കുള്ള ജാതിപത്രി വരവ് ഉയർന്നു. ഉത്സവാവശ്യങ്ങൾ മുൻനിർത്തിയാണ് കർഷകർ ചരക്ക് ഇറക്കിയതെങ്കിലും വിലയിൽ കാര്യമായ മാറ്റമില്ല. തോട്ടം മേഖലയിൽ നിന്ന് പുതിയ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് പ്രവഹിക്കുകയാണ്. ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 952 രൂപയിലും ശരാശരി ഇനങ്ങൾ 650 രൂപയിലുമാണ്. കുരുമുളകിന്റെ ലഭ്യത ചുരുങ്ങിയത് ഉൽപ്പന്നത്തിന് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. കുരുമുളക് കിലോ 620 രൂപയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 24.5. കൊച്ചി 31.4, 24. ആലപ്പുഴ 33.2, 24.5. പുനലൂർ 32.2, 23.8. തിരുവനന്തപുരം 31.2, 24.5 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.